അതെ. ഈ ഒരു മരം നമ്മുടെ കേരളത്തിലെ വിശ്വാസത്തിൻ്റെ പേരിൽ പലരും വച്ച് പിടിപ്പിക്കാൻ മടിക്കാറുണ്ട്. കടച്ചക്ക. ഈ ഒരു മരത്തും വന്ന് ഒരു 100-300ഓളം ചക്ക ഒരു കെയറിങ്ങും ഇല്ലാണ്ട് നമുക്ക് കിട്ടും. വലിയ കടച്ചക്കപ്രാവ ഇഷ്ടംപോലെ ഉണ്ട്. ഒരു 2 പ്രാവശ്യത്തെ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ളത് പൊട്ടിക്കാം. അമ്മയും വന്ദനയും കൊണ്ടും താഴത്തുള്ളത് തോട്ടൊക്കെ വെച്ച് പൊട്ടിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ തൊഴുത്തിൻ്റെ മുകളിലാണ് കയറി നിൽക്കുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ചക്കകളുണ്ട്, നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പറിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് 2-3 തവണ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ നല്ല പൈസയും കൂട്ടി ഇഷ്ടം പോലെ ആവശ്യക്കാരാണ്. കടയിലെത്തുമ്പോഴേക്കും ആൾക്കാർ തട്ടിപ്പറിച്ച് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണെന്നാണ് വന്ദന പറഞ്ഞത്. വന്ദനയാണ് നമ്മുടെ വിൽപ്പനക്കാരി, അവളാണ് കൊണ്ട് വിൽക്കണത് കേട്ടോ. അതും നമ്മുടെ ആ വണ്ടിയും വെച്ച് അതിൽ കൊള്ളാവുന്ന അത്രയാണ് പറിക്കുക. അപ്പോൾ കടയിലെ ഓണർ പറയും വേഗം വേഗം കടച്ചക്ക കൊണ്ടുപോകാമെന്ന്. എല്ലാ ദിവസവും പറ്റിങ്ങി കൊണ്ടുവരാനാണ് പറയണത്. അത്രയ്ക്ക് ആവശ്യക്കാരാണ്. കടച്ചക്ക പിന്നെ ഇഷ്ടമില്ലാത്തവരാരാണല്ലേ. ഈ കടച്ചക്ക ഉണ്ടല്ലോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല പച്ച കളറിൽ. ഇപ്രാവശ്യം ഒന്നും കേടായി ഉണ്ടായിരുന്നില്ല. ചിലത് 2 മാത്രം ഇപ്രാവശ്യം പൊട്ടിച്ചതിൽ 2 ഒരു ചെറിയൊരു കുത്തുണ്ട്. ആ കുത്തുള്ളതൊന്നും കടക്കാരെടുക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതവിടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് വറുത്ത് കഴിക്കാമല്ലോ. പിള്ളേർക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ വറുത്ത് അമ്മ ഉണ്ടാക്കും കേട്ടോ. ഇതാരാണാവോ ഇങ്ങനത്തെ ഒക്കെ ഓരോ വിശ്വാസങ്ങൾ ഉണ്ടാക്കിയ. കടച്ചക്ക വെച്ചാൽ കടം കയറി മുടിയും എന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. ഞങ്ങളുടെ വീട്ടിൽ ഈ കടച്ചക്ക എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ തൊട്ട് ഈ കടച്ചക്കയുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചെരിഞ്ഞൊക്കെയാണ് നിൽക്കണത്. പക്ഷെ ഇഷ്ടം പോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ആ മരം. ഞങ്ങളുടെ വീടുമ്പലിക്കും തൊഴുത്തിൻ്റെ അവിടേക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ പടർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ മുകളിൽ കയറിയിരുന്നാലും ഈ തൊഴുത്തിൻ്റെ മുകളിൽ കയറിയിരുന്നാലും പെട്ടെന്ന് തന്നെ നമുക്ക് പൊട്ടിക്കാൻ പറ്റും. ഇതിനാണെങ്കിൽ ആവശ്യക്കാർ ഇഷ്ടം പോലെയാണ്. എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കടച്ചക്കയുടെ ഒരു ഭാഗം കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചോദിക്കും കേട്ടോ, ഒരു കടച്ചക്ക എനിക്ക് ആ കടച്ചക്ക പ്ലാവ് കണ്ടിട്ടാണ് എനിക്ക് കൊതിയാവണേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജുകളും കമൻസൊക്കെ വരും കേട്ടോ. ഈ കണ്ടാൽ നമ്മുടെ കടച്ചക്ക ഇരിക്കണത് നല്ല ഗ്രീൻ കളറ്. പൊട്ടിക്കാൻ്റെ ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് കൊടുക്കുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് വരും. മുകളിലാണെങ്കിൽ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്. പക്ഷേ തോട്ടി കൊണ്ട് എത്തണതും ഇതേമാതിരി കൈ കൊണ്ട് എത്തണതാണ് പൊട്ടിക്കാൻ പറ്റുള്ളൂ. മുകളിൽ നല്ലോണം വലിയ മരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിൽ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്. അതൊക്കെ വാടി വീണ് പോവുള്ളൂ കേട്ടോ. ആദ്യം ഇത് കൊടുക്കാറേ ഇല്ല. ആവശ്യക്കാരടുത്തുള്ളവരൊക്കെ വന്ന് പൊട്ടിച്ച് കൊണ്ടുപോകും എന്നല്ലാണ്ട്. പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ ആവശ്യത്തിനെടുക്കും. ബാക്കിയുള്ളത് ഇങ്ങനെ വീണ് വാടി പോവുകയാണ് ചെയ്യാറ്. ഇതിപ്പോൾ കടയിലേക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഇത് നന്നായി ഒന്ന് കഴുകി എടുത്ത് നമുക്ക് ചാക്കിലാക്കി കൊടുക്കാം. അവിടെ കൊണ്ട് എല്ലാവരും കണ്ട കുറച്ചിട്ടാക്കി വിൽക്കാം. അത് ശക്തി വിറ്റിട്ട് വരാം. എങ്ങനെ കൊണ്ടുപോകും? അത് വെക്കാം, അങ്ങനെ കൊണ്ടുപോകാറ്. ഇത്രയുണ്ട് നല്ലത്. നമുക്ക് വിറ്റിട്ട് വരാം. ഇതിങ്ങനെ കൊണ്ടുപോവാ. അങ്ങനെ വന്ദന ചാക്കൊക്കെ കെട്ടിപ്പൂട്ടി കടയിൽ എത്തിച്ചിട്ടുണ്ട്. നമുക്ക് നല്ലോണം പൈസയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോൾ എത്തേണ്ട താമസമുള്ളൂ. കടക്കാർ അവിടെ നിന്ന് ആൾക്കാർ ഇഷ്ടം പോലെ വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഈ കടച്ചക്ക ആർക്കും ഇഷ്ടമില്ലാത്ത നല്ല വറുത്തരച്ചൊക്കെ കറി വയ്ക്കുമ്പോൾ നല്ല ചിക്കൻ കറിക്ക് പകരമായിട്ട് നമുക്ക് കടച്ചക്ക കറിയൊക്കെ കൂട്ടാം. അപ്പോൾ നിങ്ങളും വേഗം പോയി വാങ്ങിച്ചോ. നമ്മുടെ കൊടകരയിൽ കടയിലുണ്ട്. അപ്പോൾ നിങ്ങൾ വേഗം പോയി വാങ്ങിച്ചോ. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.